ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു. എൻ്റെ പേര് അഖിൽ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കേരള സർക്കാർ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിൽ പുറത്തിറക്കിയ പുതിയ ജോലി അവസരത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് പോകാം. വ്യാവസായിക പരിശീലന വകുപ്പിൽ രൂപീകരിച്ചിട്ടുള്ള സംസ്ഥാന IT സെല്ലിൽ താഴെ പറയുന്ന തസ്തികയിലേക്ക് കരാർ വ്യവസ്ഥയിൽ 1 വർഷത്തിലേക്ക് നിയമനം നടത്തുന്നു. യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഇതോടൊപ്പം അനുബന്ധമായി ചേർത്തിട്ടുള്ള മാതൃകയിൽ അപേക്ഷകൾ തയ്യാറാക്കി വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സാക്ഷ്യപ്പെടുത്തിയ സ്വയം പകർപ്പ് ആക്കിയ കോപ്പികളും സഹിതം 6/10/2025 രാവിലെ 11 മണിക്ക് മുൻപായി ട്രെയിനിംഗ് ഡയറക്ടർ 5ാം നില, തൊഴിൽ ഭവൻ, വികാസ് ഭവൻ PO, തിരുവനന്തപുരം 33 എന്ന വിലാസത്തിൽ നേരിട്ട് ഹാജരാകേണ്ടതും അതേ ദിവസം തന്നെ നടക്കുന്ന അഭിമുഖ പരീക്ഷയിൽ പങ്കെടുക്കേണ്ടതുമാണ്. COPA ട്രേഡ്, നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ്, സ്റ്റേറ്റ് ട്രേഡ് സർട്ടിഫിക്കറ്റ് യോഗ്യത ഉള്ളവർ മാത്രമേ അഭിമുഖത്തിന് ഹാജരാകേണ്ടതുള്ളൂ. തസ്തികയുടെ പേര് വരുന്നത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന തസ്തികയാണ്. നിങ്ങളുടെ ഇവിടെ വേക്കൻസി വരുന്നത് നിങ്ങൾക്ക് 2 വേക്കൻസിയാണുള്ളത്. 1 വർഷത്തേക്ക് കരാർ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ നിയമനം നടത്തുന്നത്. നിങ്ങളുടെ യോഗ്യത എന്ന് പറഞ്ഞാൽ SSLC, NTC, STC ഇൻ COPA ആണ്. നിങ്ങളുടെ വേതനം ഇവർ പറയുന്നുണ്ട്. നിങ്ങളുടെ ശമ്പളം പ്രതിമാസം 22,240 രൂപ നിങ്ങൾക്ക് പ്രതിമാസം ലഭിക്കുന്നതാണ്. COPA എന്നാൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്ന ട്രേഡാണ്. ഇവിടെ നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതിന് ഒരു അപേക്ഷാ ഫോം ഉണ്ട്. കൂടാതെ ബയോഡാറ്റ സഹിതം നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. നിങ്ങളുടെ അപേക്ഷാ ഫോം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാണ് നിങ്ങളുടെ അപേക്ഷ. വ്യാവസായിക പരിശീലന വകുപ്പിൽ IT സെല്ലിൽ സൃഷ്ടിച്ചുള്ള തസ്തികയിലേക്ക് കരാർ നിയമന വ്യവസ്ഥയിൽ ലഭിക്കുന്ന അപേക്ഷയാണിത്. ഇതിൽ നിങ്ങളുടെ പേര്, തസ്തിക, നിങ്ങളുടെ ജനന തീയതി, നിങ്ങളുടെ യോഗ്യത ഇതെല്ലാം നിങ്ങളിതിൽ മെൻഷൻ ചെയ്യണം. ഇതിൽ പിന്നെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ മേഖലയിൽ പ്രവൃത്തി പരിചയം സംബന്ധിച്ച വിശദാംശങ്ങളും ഡീറ്റെയിലും നിങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. ഇത് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കൊണ്ടുപോകുക, എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ കൊണ്ടുപോകുക. നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പാക്കുക. കൂടാതെ തന്നെ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും നിങ്ങൾ തന്നെ അറ്റസ്റ്റ് ചെയ്ത കോപ്പികളും നിങ്ങൾ കൊണ്ടുപോകണം. നല്ലൊരു സുവർണാവസരം തന്നെയാണ്, നല്ലൊരു ജോലി തന്നെയാണ്. ഉദ്യോഗാർത്ഥികൾക്ക് SSLC, ITI സർട്ടിഫിക്കറ്റ്, അനുബന്ധ രേഖകൾ എന്നിവ സഹിതം ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ ഡേറ്റിന് നിങ്ങൾ കൃത്യമായി എത്തിച്ചേരുക.